ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് സന്തോഷത്തിൻ്റെ ദിവസമാട്ടോ. മറ്റൊന്നല്ല, ഇന്ന് നബിദിനായിരുന്നു കേട്ടോ. നബിദിനം അതിനെക്കൊണ്ട് രാവിലെ മഴ അപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്താവും എങ്ങനെയാവും എന്നുള്ളതൊക്കെ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ. അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല. മഴ കുറച്ചൊരു ശമനം വന്നപ്പോൾ അടിപൊളിയായിട്ട് നബിദിനം കഴിച്ചു കേട്ടോ. പിന്നെ രാവിലെ ഒരു 9:30 9:45 ശേഷമാണ് കേട്ടോ റാലി ആരംഭിച്ചത്. സാധാരണ എല്ലാ വർഷവും ഈ സമയമാകുമ്പോഴത്തെ റാലി കഴിയേണ്ടതെന്നുള്ളതാണ് കേട്ടോ. ഇപ്രാവശ്യം മഴ അതിനെക്കൊണ്ടില്ലേ കുറച്ചൊരു ലേറ്റായി, എന്നാലും കുഴപ്പമില്ലായിരുന്നു കേട്ടോ. മഴ ചോർന്നപ്പോൾ എല്ലാവരും പുറത്തിറങ്ങാട്ടെ റാലിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള നല്ല ഒരുക്കങ്ങളൊക്കെയാണ്. മക്കളെല്ലാവരും നല്ല സന്തോഷത്തിലാണ് കേട്ടോ. അപ്പോൾ ഇതാ അൽഹംദുലില്ലാ അതിന് ഇതൊക്കെ റാലിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ വീട്ടിലെത്തിയിട്ടോ. അതിന് ശേഷം ഞങ്ങൾക്ക് ഇന്നൊരു ചെറിയൊരു പരിപാടി ഉണ്ട്, ഓണപ്പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. അതിന് പോയിട്ടോ. ഇതാ പുറത്ത് നിന്ന് എന്തൊക്കെയോ കളിയിലൊക്കെയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. സദ്യ എന്തായിരുന്നു, സാമ്പാറൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. പായസം 2 തരം പായസം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പൂക്കളം കണ്ട് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ അവിടുന്ന് കുറച്ച് നേരം അവിടെ നിന്നിട്ട് നമ്മൾ പോന്നിട്ട് നമ്മളതിന് ശേഷം നമ്മൾ ഫാമിലിയൊക്കെ ചെറിയൊരു പോത്തുകുട്ടീനെ വാങ്ങിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതിനെ കാണട്ടെ കരുതിയിട്ട് ഇങ്ങനെ പോയിരുന്നു. എന്നിങ്ങനെ ഹസ്ബൻഡ് വിളിക്കും പോരുകയാണുണ്ട്. അപ്പോൾ ഇന്ന് പോകാനൊരു ടൈം കിട്ടിയില്ല. അങ്ങനെ അത് കണ്ട് പിന്നെ ഇവിടുത്തെ കൃഷിയൊക്കെ ഒന്ന് കണ്ടിട്ടോ. അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ കൃഷി ഇങ്ങനെ കാണുക എന്ന് പറഞ്ഞാൽ. എന്തിനാണ് മനസ്സ് പ്രത്യേക ഒരു സന്തോഷമാണ് കേട്ടോ എനിക്ക്. ഞാൻ അങ്ങനെ വിചാരിക്കും 2-3 ഏക്കർ സ്ഥലമൊക്കെ വേണം അങ്ങനെ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിക്കും കേട്ടോ. അവിടെ ഒരുപാട് തൈകളൊക്കെ ഇങ്ങനെ കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ. മാഷാ അല്ലാ അടിപൊളിയായിട്ട്. പക്ഷെ പന്നിശല്യം ഉണ്ട് ഇവിടെ, അതാണ് ഇതിൻ്റെ കുഴപ്പം. എന്നാലും കുഴപ്പമില്ല, അങ്ങനെയൊക്കെ ഓരോ കൃഷിയൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇവിടെ. അങ്ങനെ തൈ കഴിഞ്ഞ് നമ്മൾ ചൂളിടണയിൽ പോയത്. ഹസ്ബൻഡ് ഇങ്ങനെ പറയും കേട്ടോ ഇതുണ്ട്. അപ്പോൾ ഞാൻ കാണാൻ വരണമെന്ന് വിചാരിക്കട്ടെ. ഇത് ഞാൻ കണ്ടില്ല കേട്ടോ. അപ്പം അതൊന്ന് കണ്ടിട്ട് അപ്പോൾ അത് അവിടെ പുക പോയോണ്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ അൽഫാമൊക്കെ ചുടൽ ചൂളയിലല്ലേ എന്താ കരിക്കട്ടലല്ലേ ചുടൽ. അങ്ങനെ ഒന്ന് കഴിഞ്ഞിക്കട് ഒന്ന് ഞാൻ അപ്പോൾ ഇങ്ങനെ കൊട്ടി നോക്കി എന്താണ് ഇപ്പോൾ എന്താ അതിനുള്ളത്തെ സ്ഥിതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ സൈഡിലുള്ളത് എന്താ പറയുക, അതിലുള്ളത്തെ വിറകെടുത്തേക്കണം കേട്ടോ. ഇനി ഇതിലാണ് കേട്ടോ ഇട്ടത്. ഞാൻ അങ്ങനെ നോക്കിക്കരുത്, ഇതൊക്കെ ഇങ്ങനെ മനുഷ്യനിർമ്മിതമാണല്ലോ എന്ന് കരുതിയിട്ട് ധോമോളാകെ വിട്ടിങ്ങനെ നോക്കിക്കണ്ടിട്ട് എന്താ അമ്മ അവിടെ കൊടൈക്കനാലൊക്കെ ചെന്ന ഊട്ടിയിലൊക്കെ ചെന്ന മധുരമൊക്കെ അവിടെ പുകയാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതിലേക്ക് നോക്കും. ഹസ്ബൻഡ് അറിഞ്ഞിട്ടുണ്ട് നായ്ക്കളൊക്കെ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും എന്ന് പറയുമ്പോൾ ടോർച്ചെടുക്കുമ്പോൾ നായ്ക്കളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പം ഇതാണ്ടില്ലേ പുറത്തുനിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ. ഇതിങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കിക്കുക. ധോമോള് മതിമ്മ പോരി എന്ന് പറയുന്നുണ്ട്. അവളൊക്കെ അവിടെ പുകയായിട്ട്.